ഹലോ ഗൈസ്, ഇപ്പൊ സമയം വെളുപ്പിന് 3 മണി. നമ്മളൊരു കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്റിമേറ്റ് വെഡിങ്. കല്യാണം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പുലർച്ചെ 3 മണിയുടെ ട്രെയിനാണ് ആലപ്പുഴയ്ക്ക് പോണത്. ഏകദേശം ഒരു 7 മണിയായപ്പോ നമ്മൾ ആലപ്പുഴയിൽ എത്തി. നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഒരു ഓട്ടോ വന്നിട്ടുണ്ട്. ഓട്ടോയിൽ കയറി നമ്മൾ സ്ഥലത്തെത്തി. ഒരു അടിപൊളി സ്ഥലം, 3 സൈഡ് കായലും ഹൗസ് ബോട്ടുകളും വഞ്ചികളും ഒക്കെയുള്ള ഒരു അടിപൊളി സ്ഥലം. അങ്ങനെ അവിടെ എത്തി ഫ്രഷ് ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വഞ്ചി എടുത്തിട്ട് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മളെ മുന്നിൽ വെച്ച ഒരാൾ പോയിട്ട് നമ്മളാളെ വിടില്ല. നമ്മളാളങ്ങോട്ട് വിളിച്ചു വരുത്തി. ആളുടെ അടുത്ത് നമ്മളെയും കൊണ്ട് റൈഡ് പോകാൻ പറഞ്ഞു. ആളാദ്യം സമ്മതിച്ചില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ആളെ കൊണ്ട് സമ്മതിപ്പിച്ചു. അങ്ങനെ നമ്മൾ 5 ആളും ചേട്ടനും കൂടി വഞ്ചിയിൽ കയറി പോകാനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ നല്ല പേടിനെങ്കിലും പിന്നെ അതിനോട് അങ്ങോട്ട് സെറ്റ് ആയിട്ടാ. ഇപ്പൊ ഈ വഞ്ചിയിലുള്ളിൽ എനിക്കും ആ ചേട്ടനെ മാത്രമേ നീന്താറുള്ളൂ. ബാക്കി ഒരാൾക്ക് നീന്താറത്തുണ്ട്. അവരൊക്കെ നല്ല പേടിച്ചിട്ടായിരുന്നോട്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ചേച്ചിമാര് വഞ്ചി തുഴഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ചേച്ചിമാര് സ്കൂട്ടർ ഓടിക്കുന്ന പോലെ അവിടെ ചേച്ചിമാര് വഞ്ചി തുഴഞ്ഞു പോകുന്നത്. അങ്ങനെ അവരോട് ബായ് പറഞ്ഞ് നമ്മളോട് പോകുന്നു. നമ്മൾ തിരിച്ച് കല്യാണത്തിന് അടുത്തിപ്പിക്കാൻ അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ പോയാലും നമുക്ക് മെയിൻ ആവണമെന്നുള്ളത് പെണ്ണിനോടൊക്കെയുള്ള ബൊക്കൊക്കെ പിടിച്ച് കുറച്ച് റോളിട്ട് അവിടെ സൈഡിൽ. അപ്പോഴും കല്യാണ പെണ്ണ് സ്റ്റേജിലേക്ക് വന്നിട്ട് കല്യാണ പെണ്ണിനും നമ്മൾ നോക്കിണ്ടായിരുന്നില്ല. നമുക്ക് കൂടെയുള്ള വെള്ള ഡ്രസ് ഇട്ട ആൾക്കാരായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവരങ്ങനെ ഒന്നിക്കാൻ പോവാണ്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം, ഇതൊരു ഇന്റർകാസ്റ്റ് മാരേജ് കൂടിയാണ് കേട്ടോ. അവള് സ്റ്റേജിൽ വന്ന് അപ്പൊ തൊട്ട് കരഞ്ഞു തുടങ്ങിയത്. എന്തിനാന്ന് അവൾക്ക് പോലെ അറിയില്ല. ചക്ക മട്ടം കറക്കുമ്പോൾ അവളോട് കരഞ്ഞുകൊണ്ട് കയറും. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവരോട് യാത്രയൊക്കെ പറഞ്ഞ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.